എന്തോ നീ പറഞ്ഞ എന്നെപ്പോലുള്ള കന്യാപുരീശ്വരൻ പീഡിപ്പിച്ചതും പോലെ നീ ഇപ്പോ എന്തോ അല്ലേ? പിന്നെ നീ നല്ല ടീച്ചറല്ലായിരുന്നു. എന്താ നിനക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പിന്നെ വിളിച്ചോ തന്നെ പിന്നാലെ കൂടിയോ? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കൊണ്ടുപോവാ. എന്താടി കള്ളം പറയല്ലേ? പിന്നെ എന്താ എടി നീ ഏതെങ്കിലും ഒരാണ് ഞാൻ തൊട്ടതിന് അത്രയും നല്ലതായിട്ട് നിന്നെ തൊട്ടിട്ടുണ്ടോ? ഉണ്ട്. ഏതാണടി? എന്റെ അമ്മായിപ്പന്റെ മോനോ. നിന്റെ അമ്മായിപ്പന്റെ മോനോ? നിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ? ഇപ്പൊ കല്യാണം കഴിക്കണമെന്നുണ്ട്. ഞാനോ? ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വന്നെന്ന്. പക്ഷേ അല്ല നീ വിളിച്ചു നിന്റെ നമ്പർ കിട്ടിയപ്പോ എല്ലാം ശരിയായി. എന്താടി? അല്ല ഞാൻ അങ്ങനെ ചോദിച്ചല്ലോ. എടി നമുക്ക് ടൂർ പോയല്ലോ. ഞാനൊരു മൈരിനത് വരുന്നില്ല. എന്താടി? ആരവിടെ? ആരവിടെ? എന്റെ ഓഫീസിലാടി ഞാൻ. എടി ഞാനിപ്പോ ഒരു ടൂർ പോയിക്കൊണ്ടിരിക്കുക. മെലിഞ്ഞോ? വെളി കാണുന്നതേ ഉള്ളൂ മെലിഞ്ഞത്. അതെനിക്കറിയത്തില്ലേ? നിനക്കറിയത്തില്ല? നിനക്കൊന്നും അറിയത്തില്ല എടി. അതെന്താടി ഒന്നും അറിയാതെ? അങ്ങനെ അല്ലായിരുന്നല്ലോ. നിനക്ക് അവിടെ വേദനിക്കുന്നു ഇവിടെ വേദനിക്കുന്നു എന്തുവായിരുന്നു? എന്താ ഷോ ആയിരുന്നു അടി? നീ ഇങ്ങോട്ട് വിളിച്ചോ. എനിക്കിപ്പോ ആ പൈസക്ക് ടൈറ്റായിട്ട് നിൽക്കുവോ ഞാനേ? പെങ്ങളുടെ കല്യാണമായി. എങ്ങനെ എടി ബാങ്കിൽ വരുന്നെന്ന് വെച്ചാൽ എനിക്ക് എന്റേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. അങ്ങനെയുണ്ടോ? എന്താ എടി പന്നമോളെ എന്റെ കൈ ഇപ്പോ അടി. എന്റെ കൈ ഇപ്പോൾ എന്തോനാണ്? എന്തിനാടി നീ? കാരണം എന്നായിട്ട് വിളിക്കുമ്പോ എല്ലാം നിന്റെ കൈ ആവശ്യമില്ലാത്തടത്തല്ലേ പോയിരിക്കുന്നേ? അങ്ങനെ എന്ത് അല്ലേ? അങ്ങനൊന്നും പറയല്ലേ. സിനിച്ചേട്ടൻ എവിടെ തൊട്ടോ അവിടെ എല്ലാം പിന്നെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് പോകുമെന്ന് എനിക്ക് ഷുവറായിട്ട് അറിയാം. എന്താടി? പിന്നെ നിന്റെ എന്താ പറയുക പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? പരിപാടിയോ? നീ ഇപ്പൊ വരുന്നല്ലോ. പിന്നെ എങ്ങനെ പരിപാടി നടക്കുന്നേ? എന്നെയാണ് വിട്ടേക്കുന്നത്. നമ്മൾ മറ്റുള്ളവരൊക്കെ എന്ത്? മറ്റുള്ളവരൊക്കെ അവിടെ എവിടേക്ക് എല്ലാം ഇതുപോലെ ഉഴപ്പാടി ഇപ്പൊ. എന്താ ഇപ്പൊ എല്ലാ നാട്ടിലും എല്ലാ പെണ്ണുങ്ങളും ആക്റ്റീവ് ആവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കൈമണിയൊന്നും തരുന്നില്ലേ? കൈമണിയാ? മനസ്സിലായില്ല. അല്ല ആരും തരുന്നില്ലേ? തരുന്നില്ലെന്ന് വെച്ചാൽ എല്ലാം നിന്നെ പോലെ ഉഴപ്പായിട്ട് പോവുകയാണ്. ഓഹോ നമ്മളങ്ങനെ കാണാതിരുന്നിട്ട് 1.5 വർഷമായില്ലേ? 1.5 വർഷത്തിനിടയ്ക്ക് 3-4 പെണ്ണുങ്ങൾ വന്നു പോയി. ആ 1.5 വർഷത്തിനകത്ത് 3-4 പെണ്ണുങ്ങൾ വന്നു പോയി. പക്ഷെ എന്നാലും നീ സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടല്ലേ പുല്ല പിന്നെ അങ്ങോട്ട് വിളിച്ചേ. ഞാൻ ഇത്രയും നേരം വിളിക്കായിരുന്നു. നീ എന്തോ ചിന്തിച്ചോടാ? ഞാൻ നിന്നെ മറ്റേ നമ്പരി 3-4 തവണ നിന്റെ നമ്പർ ഞാനിങ്ങനെ വിളിച്ച് നോക്കിയിരുന്നു. പക്ഷെ കിട്ടുന്നില്ല. ഇടയ്ക്ക് ഒരു പന്നമോൻ എന്നെ വിളിച്ച് തെറി വിളിച്ചടി. ഏത് പന്നമോനാടാ? അതെനിക്കറിയാം. നിന്റെ അപ്പച്ചിയുടെ മോൻ തന്നെയായിരിക്കും എന്നെ വിളിച്ച് തെറി വിളിച്ചത്. എന്തുവാടാ മോനെ വിളിച്ചേ? കൊറേ തെറി വിളിക്കടി എന്നെ. എനിക്കറിയത്തില്ലയോ? നീ എന്തിനാ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നേ? റെക്കോർഡ് ചെയ്യുന്നു? എനിക്ക് എന്ത് തല കോളം ഉണ്ടോടി? നീ എന്തിനാ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നേ? മനസ്സിലായില്ല. ഞാൻ സംസാരിക്കുന്നതിൽ എന്തിനാ നീ റെക്കോർഡ് ചെയ്യുന്നത്? ആര് പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്യാന്ന്? പിന്നെ എന്താ ഈ സാധനം എന്താ? ഞാൻ വെറും പൊട്ടിയാണോ? എന്ന് മനസ്സിലായില്ല. എടാ ഞാൻ പൊട്ടിയാന്ന് വിചാരമുണ്ടോ? നീ പൊട്ടിയാന്ന് എനിക്ക് പണ്ടേ അറിയാലോ. അതുകൊണ്ടാ ചോദിച്ചത്. എന്താടി? ആരെ കേൾപ്പിക്കാനാ? ആരും കേൾപ്പിക്കാനല്ല. നിന്നോടൊക്കെ പറഞ്ഞ റെക്കോർഡ് ചെയ്യാന്ന്? എനിക്കറിയാം. എങ്ങനെ അറിയാം? ഈ റെക്കോർഡിംഗ് എന്റെ ആ കൂടെ ഫോണിൽ റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് ഇല്ലടി. ഇല്ലടി. നീ എനിക്കറിയാത്ത ഫോണൊന്നും അല്ലല്ലോ. പള്ളി ചെന്ന് വികാരിയത്തിനോട് പറഞ്ഞാ മതി. എങ്ങനെ? നീ പള്ളി ചെന്ന് വികാരിയത്തിനോട് പറഞ്ഞു. അവിടെ എന്റെ അപ്പടിരിക്കുന്നു. അല്ല നീ ഒന്ന് പറഞ്ഞാ മതി. എടി എങ്ങനെയാടി ഒന്ന് കൂടുന്നേ? എടി എനിക്കിവിടെ പൈസ വേണോടി. അധികമൊന്നും വേണ്ടടി. നിന്നെ പറ്റുന്ന ഇന്നുള്ളതെല്ലാം കൂടെ കൊണ്ടുവന്ന് ബാങ്കിലിട്ട് നീ കണ്ടിരിക്കും. എന്ത് കിട്ടാൻ വന്നാടി? 1,25,000 രൂപ. എന്തിനാ ലോൺ ഉണ്ടായിരുന്നോ? ലോൺ എടുത്തല്ലടാ.
ഞങ്ങളുടെ പെരുമണി തുടങ്ങി പകുതി ആയതേ ഉള്ളേ. ആ അപ്പൊ പിന്നെ ഇനിയും കുറച്ച് നാളും കൂടെ കഴിഞ്ഞേ എടുത്തുള്ളൂ. അപ്പോഴത്തേക്ക് പൈസ ബാക്കി വന്ന മിച്ചം വന്നത് കൊണ്ടുവന്ന് നീ ഒരു പോളിസി എടുക്കടി. ഒരു പോളിസി എടുക്കുക. നീ ഞാൻ കൊല്ലണം മയിലേ. നിന്നെ ഞാനന്ന് കൊല്ലാൻ തുടങ്ങിയതാ. നീ ചെറു നിലവിളിച്ചോണ്ടാ, അല്ലെങ്കിൽ ഞാൻ പിടിക്കാൻ മൊത്തം ഒലിപ്പിച്ചാനേ എന്ന്. മയില് എന്താടി നീ ഇതാ ആരെ കേൾപ്പിക്കാനാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത്? എനിക്ക് എന്തിന്റെ കടപ്പാടി? ഞാൻ എവിടെ റെക്കോർഡ് ചെയ്യുന്നേ? എടാ എനിക്കറിയാവടാ. നീ പിന്നെന്തുവാ ഞാനും എന്റെ കയ്യിലിരിക്കുന്നത് ഇതുപോലത്തെ സെറ്റാടാ. കണ്ടില്ലേ? എടി എന്റെ ലോക്കൽ സെറ്റ് അടി ഇരിക്കുന്നേ. നിന്റെ ഇരിക്കുന്ന ഏത് സെറ്റാ? ഏതോ ഓടാ മയിലേ. ഞാൻ കണ്ടതില്ലേ നിന്റെ ഇരിക്കുന്ന സെറ്റ്? ഇടി അത് എന്റെ അല്ലായിരുന്നു, എന്റെ പെങ്ങളുടെയാണ്. അവിടെ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ മൊബൈലാണ്. നീ ഞാൻ പറയുന്നതല്ല റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എനിക്കത് കുഴപ്പമൊന്നുമില്ല. നീ എന്ത് പറഞ്ഞു? ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തിട്ട് നിനക്ക് എണ്ണമാരി കിട്ടാനാ എനിക്ക് എന്റെ അടുത്തുനിന്ന്. അത് എനിക്കും അറിയാൻ വയ്യാത്ത എണ്ണാമയില് കിട്ടാനൊക്കെ ഉണ്ടായിരുന്നു. എടി ഞാൻ ചോദിച്ചോണ്ടോ പൈസ ഉണ്ടോ? എത്രയാടാ? ഞാൻ നിർബന്ധിക്കുന്നില്ല. വീട് പണിക്ക് വെച്ചേക്കുന്ന പൈസ അല്ലേ. കുറച്ച് പൈസ ആവശ്യമുള്ളൂ. അത്യാവശ്യം ഒന്ന് റോളിങ് മീൻസ് മറ്റേ ലോൺ കിട്ടുന്ന വരെ. ഡിസംബറിലേക്ക് മതിയോ? എന്താ ഡിസംബറിലേക്ക് മതിയോ? കേട്ടില്ല. എടാ ഡിസംബറിലേക്ക് മതിയോ? ഡിസംബറിലേക്ക് എന്താ കാവക്കട വെക്കാനോ? നീ എന്ത് എന്ന് പറഞ്ഞു വെച്ചാൽ വെക്കാതിരിക്കുവോ? എടി എനിക്ക് ലോൺ കിട്ടുന്ന വരെയുള്ള പൈസ മതി. എടി അത്യാവശ്യം ചെന്നൈ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് ടിക്കറ്റ് എടുക്കാൻ റെയിൽവേയിലെ. അങ്ങനെ ഒരു കസേര കാണാൻ പോകാൻ. അങ്ങനെ അതിനെ കൂടെ കുറെ പൈസ മതി. അത് ഒത്തിരി ഒന്നും വേണ്ട. 10 രൂപ മതിയോ? 10 രൂപ എന്ന് വെച്ചാ 10 രൂപ മതിയോ? 10 രൂപ എന്തിനാടി? 8 മണിക്ക് കൂതി വെക്കണം. ഈ മയിലും പറയുന്ന വർത്തമാനം കേട്ടോ. പിന്നെന്തിനാടി? 10,000 രൂപ മതിയൊന്ന്. 10,000 അങ്ങനെ വേണം. 10,000 മതിയടി. നീ അല്ലെങ്കിൽ ഒരു പോളിസി ചെയ്യടി. അറ്റ്ലീസ്റ്റ് ഒരു പോളിസി എല്ലാം ചെയ്യേ. എന്റെ വലിയ പോളിസി എന്താ കാലിനടക്കാണ്. എടി ഒന്ന് പോകണ്ടടി നമുക്ക്. നമുക്ക് നാണിക്ക് പോയല്ലോ. എന്റെ ഫ്രണ്ട് ഉണ്ടടി. പക്ഷെ കള്ളനായിന്റെ പോകാൻ പറയാൻ എനിക്ക് വീതം വേണമെന്ന്. അതാ കുഴപ്പം. അതല്ലേ അതേ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് കിട്ടുന്നൊന്നും ഞാൻ ആർക്കും വീതം വെക്കത്തില്ല. നിനക്കറിയത്തില്ല. അങ്ങനെ കാരണം എനിക്ക് ഒറ്റയ്ക്ക് തിന്നുന്ന ശീലമോ ഉണ്ടേ. അതെനിക്ക് എന്തായാലും മനസ്സിലായില്ല. എങ്ങനെ രാഗ പാപ്പരായിട്ട് എനിക്ക് ഓടി. ഞാൻ 10:30 വരുന്നുണ്ട്. ശരിയെന്നാ എടി നീ എനിക്ക് ഞാൻ പറഞ്ഞാണേ കുറെ പൈസ ആടി എന്ന് വരും. ഈ മാസം കഴിയട്ടെ, നവംബറിലേക്ക്. എടി നവംബറിൽ ഒന്നും പറ്റത്തില്ല. എനിക്ക് ഇപ്പൊ ഈ മാസം 25 പെങ്ങളുടെ കല്യാണം. അതിന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ വേണ്ടി ഒന്നും ഇല്ലടി. എടാ എന്നാടാ നിന്റെ പെങ്ങളുടെ കല്യാണം? ഈ ഒക്ടോബർ 25 ഞായറാഴ്ച. നീ എന്നെ വിളിച്ചില്ലല്ലോടാ. എടി ഉണ്ടാക്കി മോളെ നിന്റെ നമ്പർ ഉണ്ടായിരുന്നു എന്റെ ഇല്ലേ. ഇനിയോട്ട് വിളിക്കത്തുമില്ലടി. നീ പരാതി പറഞ്ഞാൽ ഞാൻ വിളിക്കത്തില്ല. എടാ പിന്നെന്തുവാ ഒന്നുമില്ല. ഞാൻ പൈസ കൊണ്ടുതരാം. നീ വിളിക്കണ്ട. നാളെ തരാമോ? നാളെ പോരുന്നേ. എടി നാളെ വെള്ളിയാഴ്ച. ഈ മാസം പോത്തില്ല. ഈ മാസം പറ്റത്തില്ലയോ? ഈ മാസം പോത്തില്ലെന്ന് അതിന്റെ ഇപ്പം കൊണ്ടുതരാം. കൊണ്ടുതരുമോ? നീ പക്ഷെ നൈറ്റിലൊന്നും വിളിക്കല്ലേ കേട്ടോ. എന്താ നിന്റെ പെണ്ണുപിള്ളി എടുക്കോ? എടി പെണ്ണുപിള്ള അല്ലടി. വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകളുണ്ട്. അതിനല്ല നിങ്ങൾ സാധ്യത നിങ്ങളുടെ വീട്ടിലാണ് നമ്പർ എടുത്ത്. എന്താ മോളെ എന്റെ വീട്ടിലെ നമ്പർ അല്ലടി അത്. പിന്നെ എടി ആ വിസിറ്റിംഗ് കാർഡ് കിടക്കുന്ന നമ്പരാണോ? എങ്കിൽ ഞാൻ കാപ്പിക്ക് വരും മോളെ. നീ പോ മൈര. നീ എന്നെ ഒരു മൈര്യം ചെയ്യത്തില്ല. ചെയ്തതല്ല. നീ നിനക്ക് അറിയത്തില്ല എന്തൊക്കെ ചെയ്തെന്ന്. അഡ്വക്കേറ്റ് ജോർജ് വിചാരിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നീ ജോർജ് ഞാൻ നിനക്ക് ഒരു ലെറ്റർ പാഡ് എടുത്തു തന്നില്ലായിരുന്നു? ഈ എവിടുത്തെ കോപ്പ് വന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ല അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്തു നമുക്ക് ഒന്നിച്ചെവിടെയും പോയി ജീവിക്കാമെന്ന്. അയാളെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു. എന്നിട്ട് എത്ര കിട്ടി? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. ഇടിയേ അതെ 1 ലക്ഷം രൂപ എനിക്ക് ഒന്നുകൂടാ. പോടാ എല്ലാം ഞാൻ അടിച്ചു പൊളിച്ചു കളഞ്ഞു. എല്ലാം ഞാൻ അടിച്ചു പൊളിച്ചു കളഞ്ഞു. കോപ്പ ഓടിച്ചു. നീ തുണ്ടിയത്തോണ്ട് പണയം വെക്കാൻ ചെന്നില്ലോടി അടുത്തിടയ്ക്ക്? അല്ല ഞാൻ പണയം എടുക്കാൻ. എന്റെ പണയം എല്ലാം അവിടെ ആയിരുന്നു. ഇന്നും ഞാൻ കുറെ എടുത്തോ? ഇന്ന് ഞങ്ങൾ ബാങ്കിൽ പൈസ കിട്ടില്ലേ? എനിക്ക് പൈസ എല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്? 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എനിക്ക്. എല്ലാവർക്കും ഞാൻ എന്താ പലിശക്ക് പൈസ കൊടുത്തത്. എന്നിട്ട് ഞാൻ വൈകിട്ട് വിളിക്കാം.